ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, രാത്രിയിൽ ദൈവം നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ഉത്തരം? ഇതുപോലൊരു ചോദ്യം ദൈവം സോളമൻ രാജാവിൻ്റെ മുൻപിൽ രാത്രിയിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്നുണ്ട്. നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? അതിന് സോളമൻ പറഞ്ഞ ഉത്തരം 2 ദിനവൃത്താന്തം 1-ാം അധ്യായം 10-ാം തിരുവചനം. സോളമൻ ഇങ്ങനെയാണ് ഉത്തരം പറഞ്ഞത്: ഈ ജനത്തെ നയിക്കുവാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ. പ്രിയമുള്ളവരെ, ഇസ്രായേൽ സമൂഹത്തിൻ്റെ ശക്തനായ ഒരു രാജാവായിരുന്നു സോളമൻ. നമുക്കറിയാം, ദാവീദിന് ശേഷം സോളമൻ ഭരണമേറ്റെടുക്കുമ്പോൾ ദൈവം സോളമൻ്റെ മുൻപിൽ പ്രത്യക്ഷനായി ചോദിച്ച ചോദ്യത്തിന് നിനക്ക് എന്ത് വരം വേണം എന്ന് ചോദിച്ചപ്പോൾ സോളമൻ നൽകിയ ഉത്തരമാണ്: ദൈവമേ, ഈ ജനത്തെ നയിക്കുവാൻ എനിക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ. അതിനുത്തരമായി ദൈവം സോളമനോട് പറഞ്ഞു: ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു. കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് തരും. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, സോളമനെ പോലെ ജ്ഞാനിയായ ഒരു മനുഷ്യനില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലൂടെ നമുക്ക് പകർന്നു നൽകുന്നതാണ് ഈ ജ്ഞാനവും വിവേകവും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കൃപയാണിത്. നമ്മുടെയൊക്കെ സ്വപ്നങ്ങളിൽ നമുക്ക് ചിന്തിക്കാം, നമ്മുടെ സ്വപ്നങ്ങളിൽ, നമ്മുടെ രാത്രികളിൽ യേശു സാന്നിധ്യം, ദൈവ സാന്നിധ്യം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടോ? നമ്മുടെയൊക്കെ കാരണവന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, കിടക്കുന്നതിന് മുൻപ് വീട്ടിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നത് കൂടാതെ കിടക്കുന്നതിന് മുൻപ് കട്ടിലേലായിരിക്കുമ്പോൾ കുരിശ് വരച്ച് 91 സങ്കീർത്തനമൊക്കെ ചൊല്ലി നമ്മൾ കിടക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിൽ ദൈവ സാന്നിധ്യ സ്മരണ ഉണ്ടാകണം, ദൈവത്തിൻ്റെ സംരക്ഷിക്കുന്ന കരമുണ്ടാകണം. നമ്മൾ എന്ത് വിചാരിച്ച് കിടക്കുന്നുവോ അതിനെക്കുറിച്ചൊക്കെ സ്വപ്നം കാണുമെന്ന് മനഃശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ സ്വപ്നങ്ങളിൽ യേശു സാന്നിധ്യം ഉണ്ടാകട്ടെ. ആ യേശു സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ, ജ്ഞാനത്താൽ, വിവേകത്താൽ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഏറ്റവും കൃപയാർന്ന ജീവിതം നയിക്കുവാൻ ഈശോ നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തും, അനുഗ്രഹിക്കും. സോളമൻ പ്രാർത്ഥിച്ചതുപോലെ, യാചിച്ചതുപോലെ നമുക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, അനുദിന ജീവിതത്തിൽ പ്രത്യാശയോടെ, കൃപയോടെ മുന്നോട്ട് പോകുവാൻ അങ്ങയുടെ ജ്ഞാനത്താൽ, വിവേകത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനകളെ, ഞങ്ങളുടെ ശുശ്രൂഷകളെ, ഞങ്ങളുടെ ജീവിത ഉദ്യമ മേഖലകളെ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, നീ നയിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. വചനം പഠിക്കുവാനും, വചനം വായിക്കുവാനും, വചനത്തോട് ചേർന്ന് നിൽക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളെ ആശീർവദിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.